അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, കൗൺസിലിംഗ് ക്ലാസ് 2, വിഷയം കൗതുക കൗമാരം. കൗതുക കൗമാരം എന്നതാണ് രണ്ടാമത്തെ ക്ലാസ്. സാധാരണ നിലക്ക് കൗമാരപ്രായം അത് കൗതുകമുള്ളതാക്കാം. അതാണ് ഇതിൻ്റെ വിഷയത്തിൻ്റെ വൽഹാസിൽ. അതിന് നാം ചെയ്യേണ്ടത്, നമ്മുടെ കുട്ടികൾ അവരുടെ വളർച്ച എന്ന് പറയുന്നത് 3 നിലയിലാണ് ഉള്ളത്. ഒന്ന്, 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെ. രണ്ടാമത്തേത് 8 മുതൽ 14 വരെ. മൂന്നാമത്തേത് 15 മുതൽ 21 വരെ. ഇങ്ങനെ ഈ 3 തട്ടുകളിലാണ് നമ്മുടെ മക്കളുടെ വളർച്ച. ഇനി നമ്മുടെ വളർച്ച എന്ന് പറഞ്ഞാലും അത് തെറ്റാകുകയില്ല. മൊത്തത്തിൽ മനുഷ്യന്മാരുടെ വളർച്ച അങ്ങനെയാണ്, ഈ 3 രൂപത്തിലാണ്. ഈ 3 സ്റ്റേജുകൾ നാം ശരിയാം വിധം പരിപാലിക്കുകയാണെങ്കിൽ വഴി തെറ്റുക എന്നുള്ള ഒരു കാര്യം തന്നെ ഉദിക്കുന്നില്ല. പിന്നെ എങ്ങനെ നോക്കിയാലും വഴി തെറ്റുന്നവരുണ്ടാവാം, നമുക്കതിനെ പിടിച്ചു വെക്കാനും കഴിയില്ല. ഇതെല്ലാം അല്ലാഹുവിൻ്റെ അധികാരത്തിൽ ഉള്ളതാകുന്നു. നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ മക്കളെ വഴി തെറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള ഒരു കാര്യങ്ങളാണ് നാം പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇതേപോലെ നാം പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ മക്കൾ വഴി തെറ്റാതെ പോകാൻ കാരണമാകും. കൗതുക കൗമാരം എന്ന് പറയുന്ന പ്രായം തന്നെ 14, 15, 16 വയസ്സുകളാണ്. ഇതാണ് നാം പ്രത്യേകമായി നോട്ട് ചെയ്യേണ്ടത്. കൗമാരത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് 14, 15, 16 വയസ്സുകളാണ്. ഇനി തുടക്കം മുതൽ വരട്ടെ. മനുഷ്യരുടെ 3 തട്ടുകളാണ് അവരുടെ പ്രായപരിധി എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തേതാണ് പറഞ്ഞത് 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെ. അപ്പോൾ 7 വയസ്സ് വരെ നമ്മുടെ മക്കൾ, ആണാവട്ടെ പെണ്ണാവട്ടെ, നമ്മളുമായി ഇടപഴകാനും മക്കളെ കൊഞ്ചിക്കാനും കഥ പറഞ്ഞു കൊടുക്കുവാനും പാട്ടുപാടിക്കൊടുക്കുവാനും ലാളിക്കുവാനും ഒക്കെ ഉള്ള സമയമാണ് 7 വയസ്സ് വരെ. അതുകൊണ്ടാണ് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിസ്കാരം തുടങ്ങേണ്ടത് 7 വയസ്സ് പൂർത്തിയായതിന് ശേഷമാകുന്നു. അപ്പോൾ 7 വയസ്സിലാണ് നിസ്കാരം ആരംഭിക്കേണ്ടത്. കുട്ടി വിദ്യ പഠിക്കൽ 5 വയസ്സിലാണ് ആരംഭിക്കുന്നത്. നിസ്കാരം തുടങ്ങുന്നത് 7 വയസ്സ് മുതലാണ്. അപ്പോൾ 7 വയസ്സ് വരെ എന്തു ചെയ്യണം? കുട്ടികൾക്ക് നാം കൊടുക്കേണ്ടത് ലാളിക്കുകയും പാട്ടുപാടിക്കൊടുക്കുകയും അവരെ താലോലിക്കുകയുമെല്ലാം ചെയ്യേണ്ടുന്ന പ്രായപരിധിയാണ് 7 വയസ്സ് വരെ. നോട്ട് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ സ്റ്റേജാണ് 8 മുതൽ 14 വരെ. അപ്പോൾ 8 വയസ്സ് മുതൽ 14 വരെയാണ് കുട്ടികൾ. ഏത് കുട്ടികളാവട്ടെ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഈ കുട്ടികൾ
അവർ പഠിക്കുവാനുള്ള ഒരു സമയമാണത്. പലതും ചോദിക്കുവാനും അറിയുവാനും എല്ലാം പറ്റുന്ന കഴിയുന്ന ഒരു പ്രായപരിധിയാണ് 8 വയസ്സ് മുതൽ 14 വയസ്സ് വരെ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മക്കൾ 7 വയസ്സ് കഴിഞ്ഞാൽ 14 വയസ്സ് വരെ, അപ്പോൾ 14 വയസ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ മക്കൾക്ക് എന്ത് കിട്ടിയിരിക്കണം? മര്യാദ പഠിപ്പിക്കൽ കിട്ടിയിരിക്കണം, അദബ് കിട്ടിയിരിക്കണം, മര്യാദ കിട്ടിയിരിക്കണം, മുതിർന്നവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് അത് കിട്ടിയിരിക്കണം, അധ്യാപകരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് അത് അവർക്ക് കിട്ടിയിരിക്കണം. ഇത് അവർക്ക് കിട്ടാതെ വരുമ്പോഴാണ് നമ്മുടെ മക്കൾ നമ്മളെ വിട്ടുപോകുന്നത്. അപ്പം അതുകൊണ്ട് 14 വയസ്സ് വരെ, 8 മുതൽ 14 വയസ്സ്, 7 കഴിഞ്ഞാൽ 8 മുതൽ 14 വയസ്സ് വരെ നമ്മുടെ മക്കൾ എന്ത് ചെയ്യണം? അവർക്ക് കൊടുക്കേണ്ടുന്ന വിദ്യകൾ, വഴിതെറ്റിപ്പോകാതിരിക്കുവാനുള്ള വിവരങ്ങൾ, ഇത് നമ്മുടെ മക്കൾക്ക് നാം കൊടുത്തേ മതിയാവൂ. ഈ ഒരു വിഷയം എല്ലാവരും പ്രാവർത്തികമാക്കേണ്ടതാകുന്നു. ഇനി 14 വയസ്സിന് ശേഷം 21 വയസ്സ് വരെ, 21 വയസ്സ് വരെ. അപ്പോൾ 14 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ മക്കളോട് കാര്യങ്ങൾ അന്വേഷിക്കണം. മാതാപിതാക്കൾ കുടുംബത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ, എടാ മോനെ അങ്ങനെ ചെയ്യല്ലേ, എന്താ എൻ്റെ അഭിപ്രായം? ഇത് ചോദിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. അങ്ങനെ ഇല്ലെങ്കിൽ അവർ മനസ്സിലാക്കും, എന്താ എന്നെപ്പോൾ നമ്മുടെ ബാബ മാറ്റി നിർത്താണല്ലോ, ഞാൻ വലിയ കുട്ടിയായില്ലേ. ഇങ്ങനെയുള്ള ഒരു ചിന്ത അവൻ്റെ മനസ്സിൽ വരും. അതുകൊണ്ട് തന്നെ 21 വയസ്സ് വരെ നമ്മുടെ മക്കളോട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുകയും അറിയുകയുമെല്ലാം ചെയ്തിരിക്കണം.